രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി തെളിവ് തരണം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി ചുമ്മാതെ മനഃപൂർവ്വം ഇലക്ഷൻ കമ്മീഷനെ ചീത്തയാക്കാൻ വേണ്ടി പറയുന്ന ഇതൊക്കെയാണല്ലോ ഈ BJP നേതൃത്വവും BJP സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഒക്കെ പറയുന്നത്. ഞാനൊരു അല്പം പഴയ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. 2024 നവംബർ 9 അന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, റോഡിന്റെയും ഗതാഗതത്തിന്റെയും ഒക്കെ മന്ത്രിയാണ്, നമുക്കറിയാമല്ലോ, കേരളത്തിന് കൂടുതൽ പരിചയമുള്ള ഒരു മന്ത്രി കൂടാ. അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായിക്ക് നൽകിയ, അദ്ദേഹത്തിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നൽകിയ ഒരു അഭിമുഖം. അതിലെന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നാഗ്പൂരിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. BJP നേതാവ് നിതിൻ ഗഡ്കരിക്ക് ലഭിക്കേണ്ട 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിലില്ലെന്ന്. BJP സ്ഥാനാർത്ഥിയാ. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അദ്ദേഹം BJP രാഷ്ട്രീയത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനും ഒക്കെ ഒരു വെല്ലുവിളിയായിട്ട് വളർന്നു വരുന്ന ഒരു നേതാവാ. മന്ത്രിസഭയിലെ ഏറ്റവും ശേഷിയുള്ള ഒരു മന്ത്രിയാ. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഒതുക്കുന്നതിന് ഇത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെയും പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽപ്പെട്ട നിതിൻ ഗഡ്കരിയെ കൈകാര്യം ചെയ്യുന്നതിന് 3.5 ലക്ഷം വോട്ടുകൾ പട്ടികയിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞതാരാ? നിതിൻ ഗഡ്കരി തന്നെയാണ്. അപ്പോൾ രാജീവ് സർദേശായി ചോദിക്കുന്നുണ്ട്, ഇതങ്ങയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്ന്. അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളെ പോലും, സ്വന്തം കുടുംബത്തിലുള്ളവരെ, ബന്ധുമിത്രാദികളെ, അവരെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നു. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അവർക്ക്, ചില വ്യക്തികൾക്ക്, BJPയിലെ ചില ആളുകൾക്ക്, അവർക്ക് താല്പര്യമില്ലാത്ത പാർട്ടികൾ, സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ പാർട്ടിയിലെ ആളുകൾ അവർക്കെതിരായിട്ട് പോലും ഈ വോട്ട് കൊള്ള പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അന്ന് BJP നേതാക്കന്മാരും പറഞ്ഞില്ലല്ലോ നിതിൻ ഗഡ്കരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. മിണ്ടിയില്ലല്ലോ. പിന്നെ അദ്ദേഹം ജയിച്ച ഒരാളായതുകൊണ്ട് അത് വലിയ തർക്ക വിഷയമായില്ല. അതങ്ങനെ അങ്ങ് ആരും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഒരു വലിയ ഒച്ചപ്പാടില്ലാതെ അങ്ങ് കടന്നുപോയി. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ ചിന്ന നോട്ടീസൊക്കെ അയക്കാതെ ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ അങ്ങോട്ട് സമ്മതിക്കുക. അദ്ദേഹം ചോദിച്ചതുപോലെ ഡിജിറ്റൽ വോട്ടർ പട്ടിക അങ്ങോട്ട് നൽകണം. അതുപോലെ പോളിംഗ് ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അത് നൽകണം. എന്നിട്ടാണ് പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ, അന്വേഷണത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ, ഈ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് വോട്ട് കൊള്ളയിലൂടെയാണ് അധികാരത്തിൽ വന്നതെന്ന് ജനങ്ങൾ വിശ്വസിക്കും. രാഹുൽ ഗാന്ധി പറയുന്നത് വലിയ തോതില്, വളരെ ഗുരുതരമായ രീതിയിൽ വോട്ട് കൊള്ള നടന്നെന്ന രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറയുന്നത്. ഒരൊറ്റ മണ്ഡലത്തിലെ ഉദാഹരണം എടുത്തുകൊണ്ട്, ഇതാണ് നടന്നതെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കുന്ന ഇടങ്ങളിൽ, BJPക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ഏതൊക്കെ തരത്തിലുള്ള വോട്ട് കൊള്ള നടന്നിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഈ 56 ഇഞ്ചിന്റെ BJPക്ക് 240 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കി. വെറും 240 സീറ്റ്. ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനുള്ള സീറ്റ് ഇല്ല. NDA സഖ്യകക്ഷികളുടെയും പിന്നെ TDP, JDU എന്നീ 2 കക്ഷികളുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ മോഡിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്ക് വോട്ട് കൊള്ള നടന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി TDPയും JDUവും അവർ വിചാരിക്കുക, അവർക്ക് ഒരു ജനാധിപത്യ ബോധം ഉണ്ടായതിനു ശേഷം അവരൊക്കെ വിചാരിക്കുക, ഞങ്ങൾ ഇത്തരക്കാരുമായിട്ട് കൂട്ടുകൂടുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, അവരുടെ പിന്തുണ പിൻവലിച്ചാൽ തീർന്നു, തപ്പേന്ന് പോകും താഴെയോട്ട് നമ്മുടെ മോദി ഗവൺമെന്റ്. അതാണ് അവസ്ഥ. തെരഞ്ഞെടുപ്പിൽ അറ്റപ്പറ്റ ജയിച്ചിട്ടാണ് ഒരു സർക്കാർ ഉണ്ടാക്കിയതെങ്കിൽ അതാണ് വസ്തുത. അപ്പോൾ ഈ വോട്ട് കൊള്ള ഉയർത്തുന്ന നൈതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ളത് വ്യക്തമാണ്. സാറേ, ഈ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചാ കേട്ടോ. നിങ്ങളുടെ ഈ ചെറിയ നോട്ടീസ് ഉണ്ടെന്നും അദ്ദേഹം അടങ്ങുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ votechoori.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുക. വലിയ റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി, അതായത് 7:30 മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ KC വേണുഗോപാലൊക്കെ പറഞ്ഞത്, ഈ votechoori.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ വന്ന് 6 മണിക്കൂറിനുള്ളിൽ 5 ലക്ഷം പേര് ഫോൺ വഴി അതുമായി ബന്ധപ്പെട്ടു, അതിന്റെ ഭാഗമായെന്നാ. അപ്പൊ ജനങ്ങളുടെ വികാരം, ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. BJP എങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, സാറേ, നിങ്ങളുടെ വിശ്വാസ്യത എന്ന് പറഞ്ഞാലേ
ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസമായി ഇല്ലാതായി പോകുന്നത്. അത് മറക്കരുത്. അല്ല, നിങ്ങൾ 2-3 പേരോട് ഇരുന്ന് എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെയാണ്. അത് മറന്നു പോകരുത്. പ്രധാനമന്ത്രി മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മാണമാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന സിവിലിയൻ ബഹുമതികളൊക്കെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന, നിങ്ങൾ പണ്ട് പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ഈ ചെറുപ്പക്കാരൻ ഈ മോദിജിയുടെ പ്രതിച്ഛായക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുക. അത് റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേട്ടത്, ടെലിവിഷൻ ചർച്ചയിൽ കേട്ടത്, ഇനി ഈ പ്രതിച്ഛായ നഷ്ടം ശരിപ്പെടുത്തുന്നതിന് ഇന്ത്യയിലെ MP-മാരുടെ കുറെ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുമോ എന്നൊരു സംശയം ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞതാണ്. അമേരിക്കയിലേക്ക്, ചൈനയിലേക്ക്, പാകിസ്ഥാനിലേക്ക് വേണ്ട, ബ്രസീലിലേക്ക്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഇവിടേക്കൊക്കെ ഇനി സംഘങ്ങളെ അയക്കേണ്ടി വരുമോ എന്നൊരാശങ്ക ഒരാൾ പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിൽ ഏതെങ്കിലും ഒരു ഡെലിഗേഷനിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കോ റഷ്യയിലേക്കോ ചൈനയിലേക്കോ മറ്റു ഡെലിഗേഷനിൽ നമ്മുടെ ശശി തരൂർ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്.